ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ആണ്, CPO ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് എ സ്ക്വയർ ബേസ്ഡ് റൈറ്റ് പിരമിഡ് ഈസ് 1536, 1536. അതായത് സ്ക്വയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പിരമിഡിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറയുമ്പോൾ ആ താഴെ കിടക്കുന്ന സ്ക്വയറും പിന്നെ 4 ട്രയാങ്കിൾ, ഈ 4 ട്രയാങ്കിൾ സൈഡിനെയും കൂടി കൂട്ടിയിട്ടാണ് ടോട്ടൽ സർഫേസ് ഏരിയ. അപ്പോൾ ഞാൻ ഇതിന് ബേസ് ബി എന്ന് പറഞ്ഞെടുത്തു. ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് എസ് എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് ബി സ്ക്വയർ പ്ലസ് 2BC ആയിരിക്കും, 2BS ആയിരിക്കും. ഇതായിരിക്കും ടോട്ടൽ സർഫേസ് ഏരിയ. ഇത് 1536 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓഫ് വിച്ച് ഇതില് 35.8%, 35.8 എന്ന് പറയുമ്പോൾ 3/8. ഏരിയ എന്ന് പറയുന്നത് ബേസ് ഓഫ് പിരമിഡ് ആണ്, പിരമിഡിന്റെ ബേസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബി സ്ക്വയർ ആണ്, ബേസ് ഏരിയ ആണ്, ബി സ്ക്വയർ ആണ്. ശരിയാണല്ലോ. നമുക്ക് വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ വോളിയത്തിന്റെ ഇക്വേഷൻ ആദ്യം പഠിക്കണം. വോളിയം എന്ത് വരും? 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ സെന്റർ തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ്, ഈ ടിപ്പ് വരെയുള്ള ഹൈറ്റ്, അതാണ് H എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബേസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അത് നമുക്ക് നോക്കാം. ഈ സംഭവമൊക്കെ വെച്ചിട്ട് ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. H കണ്ടുപിടിക്കണം എങ്ങനെ നോക്കണം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ സർഫേസ് ഏരിയയും ബേസ് ഏരിയയും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ടോട്ടൽ സർഫേസ് ഏരിയ 8 ആണെങ്കിൽ മറ്റത് 3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലോ. അപ്പോ എനിക്ക് വേണമെങ്കിൽ, അതായത് ബേസ് ഏരിയ 3 ആണെങ്കിൽ ടോട്ടൽ 8 ആണെന്ന് പറയാം. അപ്പൊ ഇത് 3 ആണെങ്കിൽ ഇത് 5 ആയാലല്ലേ ടോട്ടൽ 8 കിട്ടുള്ളൂ. അപ്പൊ ഞാനാണെങ്കിൽ ഈ 2BS ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ എടുക്കുക എന്ന് വിചാരിക്കുക, റേഷ്യോ. അപ്പൊ എത്ര വരും? 5:3 എന്ന് പറഞ്ഞു വരും. 5:3. ഓക്കെ, ഇതിൽ നിന്ന് ബിയും ഈ ബിയും വെട്ടിക്കളഞ്ഞു. ഓക്കെ, S/B ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടിപ്പുറത്തോട്ട് വരും. രണ്ടിപ്പുറത്തോട്ട് വന്നിട്ട് എന്ത് വരും? 6 വരും. അതായത് ഈ സ്ലാൻഡ് ഹൈറ്റും ബേസും തമ്മിലുള്ള റേഷ്യോ ആണ് കിട്ടിയത്. ഇത് എന്തിനാണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ ഹൈറ്റിനെയും സ്ലാൻഡ് ഹൈറ്റിനെയും ജോയിൻ ചെയ്തെന്ന് വിചാരിച്ചു. അതായത് ഈ സ്ലാൻഡ് ഹൈറ്റിനെയും ഈ ഹൈറ്റിനെയും ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ബേസിന്റെ പകുതി ആയിരിക്കും അല്ലെ? ഇത് ബേസിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? റേഷ്യോയിൽ തന്നെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പോവാ. അപ്പോൾ ബി 6 ആണെങ്കിൽ B/2 എത്രയായിരിക്കും? 3 ആയിരിക്കും. സ്ലാൻഡ് ഹൈറ്റ് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, അപ്പൊ പൈതഗോറൻ ട്രിപ്ലറ്റ് വെച്ചിട്ട് ഹൈറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ എത്രയായിരിക്കും? 4 ആയിരിക്കും. അല്ലെങ്കിൽ റേഷ്യോയിൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര യൂണിറ്റ് ആയിരിക്കും? 4 യൂണിറ്റ് ആയിരിക്കും. ഇതവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ സർഫേസ് ഏരിയ തന്നിട്ടുണ്ട്. അതായത് 8 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 1536 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമുക്ക് ബേസ് ഏരിയ കണ്ടുപിടിക്കാം, 3 യൂണിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 1 യൂണിറ്റ് എന്ന് വെച്ച് കഴിയുമ്പോൾ 1536നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാം, 192 എന്ന് പറഞ്ഞു വരും. 3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 3 ഇൻറ്റു 192 എന്ന് പറഞ്ഞു വരും. 3 ഇൻറ്റു 192 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബേസ് ഏരിയ, ബി സ്ക്വയർ ആണ്. 3 ഇൻറ്റു 192. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ബിന്റെ വാല്യൂ എത്ര കിട്ടും? 24 എന്ന് പറഞ്ഞു കിട്ടും. ബിന്റെ വാല്യൂ എത്ര കിട്ടും? 24. ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരിക. അതായത് ബി എന്ന് പറയുന്നത് 6 യൂണിറ്റ് ആണ്. 6 യൂണിറ്റ് 24 ആണെങ്കിൽ 4 യൂണിറ്റ് എത്ര വരും? ഇത് 6 ഇൻറ്റു 4 ആണ് 24, 16 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഹൈറ്റ് എത്ര എന്ന് പറഞ്ഞിട്ടും 16. ഇനി വോളിയം കണ്ടുപിടിച്ചാൽ 1/3 ഇൻറ്റു ബേസ് ഏരിയ
1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ് 16. 3 കട്ട് ചെയ്ത് പോയി, 3 കട്ട് ചെയ്ത് പോയി. ബാക്കി പോയിട്ട് എത്ര വരും? 192 ഇൻറ്റു 16 എന്ന് പറഞ്ഞു കിട്ടുമല്ലേ? 192 ഇൻറ്റു 16. നമുക്ക് ആൻസർ എത്ര കിട്ടും? 3072 എന്ന് പറഞ്ഞു കിട്ടും. 3072. ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.